ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബയോഷോർട്സ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോടൈഡ്സിനെ കുറിച്ച് നോക്കാം. അത് ന്യൂക്ലിയോടൈഡ്സിനെ നൈട്രജൻ ബേസിനെ കുറിച്ചും പെൻഡോസ് ഷുഗറിനെ കുറിച്ചും ഫോസ്ഫേറ്റിനെ കുറിച്ചും ഇൻഡിവിജ്വലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നൈട്രോജനസ് ബേസസ് നമ്മൾ പറഞ്ഞു 3 കമ്പോണൻറ്റിൽ ഒന്നാണ് നൈട്രോജനസ് ബേസസ്. നൈട്രോജനസ് ബേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മോളിക്യൂൾ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കുറേയൊക്കെ ബയോളജിയുടെ ടേംസ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നൈട്രോജനസ് ബേസസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു നൈട്രോജൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ദിസ് മോളിക്യൂൾ കണ്ടെയ്ൻ നൈട്രോജൻ. നൈട്രോജൻ ഉള്ള ഒരു മോളിക്യൂളാണ് ഈ പറയുന്ന നൈട്രോജനസ് ബേസസ് എന്ന് പറഞ്ഞത്. പിന്നെ ബേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കൂടിയുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഹാസ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ബേസ്. ബേസിൻ്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ള നൈട്രജൻ ഉള്ള ഒരു മോളിക്യൂളാണ് നൈട്രോജനസ് ബേസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ നൈട്രോജനസ് ബേസസിനെ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഓഫ് നൈട്രോജനസ് ബേസസ് ആണ് ഉള്ളത്. നൈട്രോജനസ് ബേസസ് എന്ന് പറഞ്ഞാൽ നൈട്രോജൻ കണ്ടൻ്റ് ഉള്ള ബേസിക് പ്രോപ്പർട്ടി ഉള്ള ഒരു കമ്പോണൻ്റ് ആണ് നൈട്രോജനസ് ബേസസ്. ഇതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിരമിഡിൻസും ഉണ്ട്, പ്യൂരിൻസും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിരമിഡിൻസ് ആൻഡ് പ്യൂരിൻസ്. ഓക്കെ, വാട്ട് ഈസ് പിരമിഡിൻസ്? ഈ റിങ് കണ്ടില്ലേ, ഇതിനെയാണ് പിരമിഡിൻ റിങ് എന്നാണ് പറയുന്നത്. ഈ പിരമിഡിൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു റിങ്ങുള്ള ഒരു സ്ട്രക്ചറിനെയാണ് പിരമിഡിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഈ റിങ്ങിന് പറയുന്ന പിരമിഡിൻ റിങ് എന്നാട്ടോ. അപ്പോൾ പിരമിഡിൻസിന് ഒരു ഇൻഡിവിജ്വൽ പിരമിഡിൻ റിങ്ങേ ഉള്ളൂ. ഫൈൻ. പ്യൂരിൻസിനെ നോക്കിയേ. പ്യൂരിൻസിനായിക്കോട്ടെ അതിൻ്റെ റിങ് 2 റിങ്ങുള്ള ഇത് പിരമിഡിൻ റിങ് തന്നെയാണ്. നമ്മൾ ഈ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇത് ഒരു പിരമിഡിൻ റിങ് തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ വേറൊരു റിങ് കൂടിയുണ്ട്. ഈ റിങ്ങിനെ പറയുന്ന പേരാണ് ഇമിഡസോൾ മൊയിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിരമിഡിൻ റിങ്ങും ഉണ്ട്, ഇമിഡസോൾ മൊയിറ്റും ഉണ്ട്. ഇമിഡസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റിങ്ങിനെ പറയുന്ന പേരാണ് ഇമിഡസോൾ റിങ് എന്ന് പറയുന്നത്. ഇമിഡസോൾ റിങ്ങും ഉണ്ട്, പിരമിഡിൻ റിങ്ങും ഉണ്ട്. പിരമിഡിൻസിനോ പിരമിഡിൻ റിങ് മാത്രമേ ഉള്ളൂ. പ്യൂരിൻസിനാണ് പിരമിഡിൻ റിങ്ങും ഇമിഡസോൾ റിങ്ങും ഉണ്ട്. ഈ പിരമിഡിൻ റിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതിൽ എത്ര നൈട്രജൻ ഉണ്ട്? 1, 2. 2 നൈട്രജൻ ഉള്ള റിങ്ങാണ് പിരമിഡിൻ റിങ്. ഇത് കൂടാതെ ബാക്കി 1, 2, 3, 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 2 നൈട്രജനും 4 കാർബൺ ആറ്റവും ഉള്ള ഒരു റിങ്ങാണ് പിരമിഡിൻ റിങ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ മനസ്സിലായില്ലേ? 2 നൈട്രജനും ബാക്കി കാർബൺ ആറ്റംസ് ഉള്ള റിങ്ങാണ് പിരമിഡിൻ റിങ്. ഇനി പ്യൂരിൻസ് നോക്കിയേ. പിരമിഡിൻ റിങ് അതുപോലെ തന്നെ 2 നൈട്രജൻ ഉണ്ട്, ബാക്കിയുള്ള കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൂടാതെ ഒരു ഇമിഡസോൾ റിങ് ഉണ്ട്. ഇമിഡസോൾ റിങ്ങിൽ എന്താ ഉള്ളത്? 2 നൈട്രജൻ ഉണ്ട്, ഇതുപോലെ തന്നെ 2 നൈട്രജൻ ഉണ്ട്. അതുകൂടാതെ 3 കാർബൺ ആറ്റംസും ഉണ്ട്. അപ്പോൾ 1, 2, 3 കാർബൺ ആറ്റവും 2 നൈട്രജൻ മോളിക്യൂൾസും ഉള്ള ഒരു റിങ്ങാണ് ഇമിഡസോൾ റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. പിരമിഡിൻസിന് മേജർ എക്സാമ്പിൾസ് ആണ് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ് ഇതൊക്കെ അല്ലേ. സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളുണ്ട്, യുറാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളുണ്ട്, തൈമിൻ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളുണ്ട്. പ്യൂരിൻസിന് എക്സാമ്പിളാണ് അഡെനിൻ ആൻഡ് ഗ്വാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ സ്ട്രക്ചറും തന്നെ ഈ സ്ട്രക്ചറിനോട് സിമിലർ ആയിരിക്കുമല്ലോ. അതായത് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ എല്ലാം തന്നെ ഈ പിരമിഡിൻ റിങ് ഉള്ളതാണ്. ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ്സ് ആയിരിക്കും ഇതെല്ലാം തന്നെ. പ്യൂരിൻസ് ആയിക്കോട്ടെ അഡിനും ഗ്വാനിനും ഈ പറയുന്ന പ്യൂരിൻ്റെ സ്ട്രക്ചറിനോട് ഡെറിവേറ്റീവ് ആയിരിക്കും. അതായത് ഈ 2 റിങ്ങുള്ള ഡെറിവേറ്റീവ്സ് ആയിരിക്കും അഡിനിനും ഗ്വാനിനും. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, കണ്ടോ, നമുക്ക് പിരമിഡിൻ ഡെറിവേറ്റീവും കിട്ടി, പ്യൂരിൻ ഡെറിവേറ്റീവും കിട്ടി. പറഞ്ഞു പിരമിഡിൽ ഇതൊരു പിരമിഡിൻ റിങ് ഉണ്ട്, ഇതിലും പിരമിഡിൻ റിങ് ഉണ്ട്, ഇതിലും പിരമിഡിൻ റിങ് ഉണ്ട്. പക്ഷേ ഇത് 3 പേരിൽ അറിയപ്പെടുന്നു. ആ പിരമിഡിൻ റിങ്ങിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഈ പിരമിഡിൻ റിങ്ങിൻ്റെ വ്യത്യാസം എന്താണ്? നമുക്ക് ഇവിടെയും നമ്പറിങ് കൊടുക്കാം. ഇതാണ് 1, then 2, 3, 4, 5, 6 നമ്പറിങ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഈ ഒരു നമ്പറിങ് വഴിയിട്ട് ഈ സൈറ്റോസിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം അല്ലേ. ഇതിന് സെക്കൻഡ് പൊസിഷനിൽ എന്താണ്? ഒരു ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ട്. സെക്കൻഡ് പൊസിഷൻ ഓക്സിജൻ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ 2-ഓക്സി എന്ന് വിളിക്കാം. 2-ഓക്സി ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഇതിൻ്റെ 4th പൊസിഷനിൽ എന്താണ്? ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 2-ഓക്സി 4 അമിനോ. 4th പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 4 അമിനോ പിരമിഡിൻ. ഇതൊരു പിരമിഡിൻ റിങ് അല്ലേ. സോ ഇതിനെ പിരമിഡിൻ എന്നും പറയാം. സോ ഇതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? സൈറ്റോസിനെ നമ്മൾ 2-ഓക്സി 4 അമിനോ പിരമിഡ് എന്ന് വിളിക്കാം.
ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് വിളിക്കാൻ പറ്റുന്ന വേറൊരു പേരാണ് അമിനോ പിരമിഡ് എന്ന് വിളിക്കാം. മെയിനായിട്ട് അമിനോ കമ്പോണൻസ് ആണ്, ബാക്കി ഒന്നിനും അമിനോ കമ്പോണൻ്റ് എക്സ്ട്രാ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ അമിനോ പിരിമിഡോൺ എന്ന് വിളിക്കാം. ഓക്കെ, അമിനോ പിരിമിഡോൺ എന്നും വിളിക്കാം. ക്ലിയർ ആയില്ലേ? സൈറ്റോസിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ട്, ഫോർത്ത് പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2-ഓക്സി 4-അമിനോ പിരമിഡിൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അമിനോ പിരിമിഡോൺ എന്നും വിളിക്കാം. ഫൈൻ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വണ്ണാണ് തൈമിൻ. ഇതിൽ നിന്ന് വ്യത്യാസമല്ലേ തൈമിൻ? ഇവിടെ അമിനോ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഇവിടെ എക്സ്ട്രാ ഒരു ഓക്സിജൻ ഗ്രൂപ്പാണ് ഉള്ളത്. ഇവിടുത്തെ ഓക്സിജൻ അങ്ങനെ തന്നെയുണ്ട്, എക്സ്ട്രാ ഒരു ഓക്സിജൻ ഗ്രൂപ്പാണ് ഉള്ളത്. നമുക്കും ഇതിന് നമ്പറിങ് കൊടുക്കാം. 1 2 3 4 5 6. ഇതിൻ്റെ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ എക്സ്ട്രാ ഉള്ളത്? ഇത് തൈമിൻ അല്ലേ? നമുക്ക് ആദ്യം നമ്മുടെ മീത്തൈൽ ഗ്രൂപ്പ് 5ാമത്തെ പൊസിഷനിൽ എക്സ്ട്രാ ഒരു അഡീഷനാണ്. ഇവിടെ മീത്തൈൻ ഗ്രൂപ്പ് ഇല്ല. ഇവിടെ അമിനോ ഗ്രൂപ്പിന് പകരം ഒരു ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുത്തെ ഓക്സിജൻ ഗ്രൂപ്പ് അങ്ങനെയുണ്ട്. ഈ പിരമിഡിൻ റിങ്ങിൻ്റെ 2 നൈട്രജനും അങ്ങനെ തന്നെ ഇരിക്കുന്നു, ബാക്കി കാർബൺ ആറ്റംസ്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് കെമിക്കൽ നെയിമിംഗ് കൊടുക്കാം. ഇതിൻ്റെ കെമിക്കൽ നെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 5th പൊസിഷനിൽ മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. നമുക്കപ്പോൾ എഴുതാം 5-മീത്തൈൽ. മീത്തൈൽ ഗ്രൂപ്പ് സെറ്റായി. ഇനി എത്ര ഓക്സിജനാണ് ഉള്ളത്? 1 2. 2 ഓക്സിജൻ ഉണ്ട്. എവിടെയൊക്കെയാണ് ഉള്ളത്? സെക്കൻഡ് പൊസിഷനിലുണ്ട്, ഫോർത്ത് പൊസിഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 and 4 ഡയോക്സി. ഡയോക്സി എന്ന് കൊടുക്കാമല്ലോ, 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഡയോക്സി. എന്താണിത്? പിരമിഡൻ ആണ് അല്ലേ? ഡയോക്സി പിരമിഡൻ. അപ്പോൾ 5ാമത്തെ പൊസിഷനിൽ 5-മീത്തൈൽ ഒരു മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 2,4 ഡൈഓക്സി പിരമിഡൻ. പിരമിഡൻ റിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ. പിരമിഡൻ റിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ട് എക്സ്ട്രാ അഡീഷണൽ എന്തൊക്കെയാണ്? ഇവിടെ 2 ഓക്സിജൻ അല്ല, 2ാമത്തെ പൊസിഷനിൽ ഓക്സിജനും 4ാമത്തെ പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ 2 ഓക്സിജനും ഒരു മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വ്യത്യാസങ്ങൾ പറയുന്നത്. ഓക്കെ, ഇതിന് തന്നെ നമുക്ക് വേറൊരു പേര് കൊടുക്കാം. ഇതിന് നമ്മൾ ഈ ഒരു മീത്തൈൽ ഗ്രൂപ്പ് ഒന്നിനും ഇല്ലാത്തതുകൊണ്ട് അഡീഷണൽ നമ്മൾ 5-മീത്തൈൽ യുറാസിൽ എന്ന് വിളിക്കാം. 5-മീത്തൈൽ യുറാസിൽ എന്ന് വിളിക്കാം. 5-മീത്തൈൽ യുറാസിൽ. ഇവിടെ യുറാസിൽ എന്ന് പറഞ്ഞാൽ അടുത്ത ഗ്രൂപ്പല്ലേ? എന്തുകൊണ്ട് ഇത് യുറാസിൽ? 5ാമത്തെ മീത്തൈൽ യുറാസിൽ. ഈ 2 സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കി, സെയിം അല്ലേ? എന്താ വ്യത്യാസമുള്ളത്? 5th പൊസിഷനിൽ ഒരു മീത്തൈൽ ഗ്രൂപ്പിൻ്റെ, അത് ഈ പൊസിഷനിൽ ഒരു മീത്തൈൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ബാക്കി 2 സ്ട്രക്ചറും സെയിം ആണ്. അതുകൊണ്ട് തന്നെ 5th പൊസിഷനിൽ മീത്തൈലുള്ള യുറാസിലിനെയാണ് നമ്മൾ തൈമിൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്ക് ഇതിനും ഈ യുറാസിലാണ് അടുത്ത് പഠിക്കുന്നത്. ആ യുറാസിലിൻ്റെ നമ്പറിങ് കൊടുക്കാം. 1 2 3 4 5 and 6. ഇതും എളുപ്പമാണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു സ്ട്രക്ചറിനോട് സിമിലർ ആണ്. പക്ഷെ എന്താണ് വ്യത്യാസം ഉള്ളത്? 5th പൊസിഷനിൽ മീത്തൈൽ ഗ്രൂപ്പ് ഇല്ല. സോ നമുക്ക് അതിൻ്റെ ഓക്സിജൻ ഗ്രൂപ്പ് നമുക്ക് ആദ്യം എഴുതാം. സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ട്, ഫോർത്ത് പൊസിഷനിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 2,4 ഡൈഓക്സി പിരമിഡിൻ. ഓക്കെ, കിട്ടി. പിരമിഡിൻ 2 ഓക്സിജൻ ഉള്ള ഒരു പിരമിഡിൻ റിംഗ് ആണ് പറയുന്നത്. അതാണ് യുറാസിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൂടി പറയുന്നുണ്ട്. ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് പിരിമിഡിയോഡിയോൺ. ഓക്കെ, ഇതിൻ്റെ കെമിക്കൽ നെയിമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കെമിക്കൽ നെയിം പഠിക്കുകയാണെങ്കിൽ, കെമിക്കൽ നെയിം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ട്രക്ചർ, പിരമിഡിൻ്റെ സ്ട്രക്ചറും എക്സ്ട്രാ അഡീഷണൽ സംഭവങ്ങൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഓരോ കെമിക്കൽ നെയിംസ് മനസ്സിലാവും. പിരമിഡിൻ റിങ് നമ്മൾ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഈ സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജനും ഫോർത്ത് പൊസിഷനിൽ നൈട്രജനും ഓർമ്മ വരികയാണെങ്കിൽ അത് സൈറ്റോസിനാണെന്ന് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജനും ഫോർത്ത് പൊസിഷനിൽ ഓക്സിജനും പ്ലസ് 5th പൊസിഷനിൽ മീത്തൈൽ ഗ്രൂപ്പും ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൽ തൈമിനാന്ന് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജനും ഫോർത്ത് പൊസിഷനിൽ ഓക്സിജനും ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ അത് യുറാസിലാണെന്നും പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് പിരമിഡിൻ ഡെറിവേറ്റീവ്സ് എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്? പ്യൂരിൻ ഡെറിവേറ്റീവ്സ് ആണുള്ളത്. പ്യൂരിൻ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു പിരമിഡിൻ റിംഗ് ഉണ്ട്,
പിരമിഡൽ റിംഗ് ഉണ്ട്. അതുകൂടാതെ വരുന്ന ഒരു സംഭവമാണ് ഇമിഡസോൾ റിംഗ്. ഓക്കെ, ഇമിഡസോൾ റിംഗും ഉണ്ട്, അതുപോലെ തന്നെ പിരമിഡൽ റിംഗും ഉണ്ട്. ഇതിൻ്റെ നമ്പറിങ് എങ്ങനെ കൊടുക്കണമെന്ന് നോക്കി. ഇവിടെ നിന്നാണ് നമ്പറിങ് കൊടുക്കുന്നത്. ഇത് 1 2 3 4 5 6, പിന്നെ 7 ഇവിടെയാണ് വരുന്നത്. 7 8 9. നമുക്ക് ഇവിടെയും നമ്പറിങ് കൊടുക്കാം. 1 and 2 3 4 5 and 6. ഇനി നമ്മൾ ഇതിനെ 7 8 9 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ടൊന്നും പറയാനില്ല. ഈ ഒരു റിങ്ങിൻ്റെ എക്സ്ട്രാ അഡീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അഡിനിന് വേറൊരു പേര് കൊടുക്കാം. 6th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഈ പറയുന്ന പിരമിഡൽ റിങ്ങിൽ ഇല്ലല്ലോ. അപ്പോൾ 6th പൊസിഷനിലെ അമിനോ ഗ്രൂപ്പ് അഡീഷണൽ ആയിട്ട് നമുക്ക് എഴുതാം. സോ അഡിനിൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് കെമിക്കൽ നെയിം 6 അമിനോ പ്യൂരിൻ എന്നാണ് വിളിക്കുന്നത്. 6 അമിനോ പ്യൂരിൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ 6 അമിനോ പ്യൂരിൻ എന്നാണ് സിമ്പിൾ കെമിക്കൽ നെയിമിലാണ് പ്യൂരിൻ പറയുന്നത്. ക്ലിയർ ആയില്ലേ? 6 അമിനോ പ്യൂരിൻ. എന്നിട്ട് അഡിൻ്റെ സ്ട്രക്ചർ നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഗ്വാനിനാണ് ഉള്ളത്. ഗ്വാനിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് നമ്പറിങ് കൊടുക്കാം. 1 2 3 4 5 6 then 7 8 9. ഫൈൻ. ഈ നമ്പറിങ് കൊടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും നമ്മൾ എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ അമിനോ 2nd പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഇവിടെ ഇല്ല, പക്ഷേ ഗ്വാനിനുണ്ട്. 6th പൊസിഷനിൽ വ്യത്യാസമുണ്ട്. അഡിനിൽ 6th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ഉള്ളത്, പക്ഷേ ഗ്വാനിന് അമിനോ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, ഒരു ഓക്സി ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഗ്വാനിന് കൊടുക്കാൻ പറ്റുന്ന 2nd പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് എഴുതാം. സോ 2 അമിനോ. അതുപോലെ തന്നെ 6th പൊസിഷനിൽ ഓക്സി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് 6 ഓക്സി. ഇതെന്താണ്? പ്യൂരിൻ റിംഗ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ 6 അമിനോ 6 ഓക്സി പ്യൂരിൻ റിങ്ങിൻ്റെ കൂടെ തന്നെ 2nd പൊസിഷനിൽ അമിനോ ഗ്രൂപ്പും 6th പൊസിഷനിൽ നമ്മുടെ ഓക്സി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ 2 അമിനോ 6 ഓക്സി പ്യൂരിൻ എന്ന് വിളിക്കുന്നു. പ്യൂരിൻ റിങ്ങിൻ്റെ കൂടെ തന്നെ 6th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വരാണെങ്കിൽ 6 അമിനോ പ്യൂരിൻ അഡിനിൻ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്യൂരിൻ റിങ്ങിൻ്റെ കൂടെ തന്നെ 2nd പൊസിഷനിൽ അമിനോ ഗ്രൂപ്പും 6th പൊസിഷനിൽ ഓക്സി ഗ്രൂപ്പും വരാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഗ്വാനിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് കൂടുതൽ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് എന്താണ് അഡീഷണൽ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഇമേജ് കിട്ടും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു നൈട്രജനസ് ബേസസ് 3 കമ്പോണൻറ്റ് പറഞ്ഞു ന്യൂക്ലിക് ആസിഡിന്. നൈട്രജൻ ബേസ്, പെൻഡോസ് ഷുഗർ, ഫോസ്ഫേറ്റ്. നൈട്രജൻ ബേസിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് ഏതാണ്? പെൻഡോസ് ഷുഗറിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. പെൻഡോസ് ഷുഗർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പെൻഡോസ് ഷുഗറിന് നോക്കുകയാണെങ്കിൽ പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗറാണ്, പേരെന്ന് മനസ്സിലാവും, ഷുഗറാണ്. പെൻഡോസ് 5 കാർബണുള്ള ഒരു ഷുഗറിന് പറയുന്ന പേരാണ് പെൻഡോസ് ഷുഗർ എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ന്യൂക്ലിക് ആസിഡ്സ് എന്തൊക്കെയുള്ളത്? 2 ന്യൂക്ലിക് ആസിഡ്സ് ഉള്ളത്. DNA ഉണ്ട്, RNA ഉണ്ട്. ഈ DNAയിലും RNAയിലും ഉള്ള ഷുഗർ രണ്ടും 2 രീതിയിലുള്ളത്. ഒന്നിൽ ഡി റൈബോസും ഒന്നിൽ D2 ഡിയോക്സി റൈബോസും ആണ് ഉള്ളത്. ആ ഒരു വ്യത്യാസമാണ് ഈ പെൻഡോസ് ഷുഗറിലുള്ളത്. സോ പെൻഡോസ് ഷുഗറിനെ 5 കാർബൺ റിംഗ് എന്ന് പറയാം. 5 കാർബണുള്ള റിംഗ്, 2 എണ്ണത്തിന് നോക്കിയാലും 5 കാർബണേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഷുഗർ നോക്കുകയാണെങ്കിൽ ഇതിനെ ഡി റൈബോസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഡി റൈബോസ് എന്ന് വിളിക്കുന്നത്? കാരണം ഇതിൻ്റെ സ്ട്രക്ചറിങ് വ്യത്യാസമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് കാർബൺ, 2nd കാർബൺ, 3rd 4th. ഇതുപോലെ തന്നെ 1st 2nd 3rd 4th. ഇത് 5th കാർബൺ നമ്മൾ അതുകൊണ്ടാണ് പെൻഡോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. 5th കാർബൺ ഇതാണ്. റിങ്ങിൽ 4 കാർബൺ ഉള്ളെങ്കിലും മൊത്തത്തിൽ 5 കാർബൺ, അതുകൊണ്ടാണ് നമ്മൾ പെൻഡോസ് 5 കാർബൺ റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാർബണിലെ പൊസിഷൻസ് നോക്കിയേ. 1ാമത്തെ പൊസിഷനിൽ OH, ഈ കോൺഫിഗറേഷൻ തന്നെയല്ലേ ഇവിടെയും. 2nd കാർബൺ നോക്കിയേ, ഇവിടെ Hഉം ഇവിടെ OHഉം. വ്യത്യാസം എന്താണ്? ഇവിടുത്തെ Hഉം OHഉം ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ എന്താ? ഹൈഡ്രജനാണ് ഉള്ളത്. ഇവിടെ എന്താണ്? OH ആണ് ഉള്ളത്.
ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചറാണ്, പെൻഡോസ് ഷുഗേഴ്സ് ആണ്. ഇതിൻ്റെ ഈ OH ഗ്രൂപ്പിൻ്റെ വ്യത്യാസം കൊണ്ടാണ് 2 ടൈപ്സ് ഓഫ് ഷുഗർ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വന്നത്. അതായത് സെക്കൻഡ് പൊസിഷനിലെ കാർബൺ ആറ്റത്തിൽ ഒരു OH ഗ്രൂപ്പ് താഴോട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ OH ഗ്രൂപ്പ് ഇല്ല, പകരം H ഗ്രൂപ്പാണുള്ളത്, ഹൈഡ്രജൻ ഗ്രൂപ്പും ഒരു OH ഗ്രൂപ്പും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന് D2 ഡിയോക്സി റൈബോസ് എന്നാണ് പറയുന്നത്. ഈ ഡിയോക്സി റൈബോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. DNA, ഇത് DNA കാണപ്പെടുന്ന ഷുഗറാണ്. അത് DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഡിയോക്സി റൈബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗർ ഉള്ളതുകൊണ്ട് DNAനെയാണ് ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNA എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഈ റൈബോസ് എവിടെ കാണുന്നത്? RNAയിലാണ് റൈബോസ് കാണുന്നത്. RNAയുടെ ഫുൾ ഫോം എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. റൈബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ, ആ ഷുഗർ മോളിക്യൂളുള്ള ന്യൂക്ലിക് ആസിഡിനാണ് RNA എന്ന് പറയുന്നത്. മെയിൻലി അപ്പോൾ നമുക്ക് പറയാം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദിസ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഡോസ് ഷുഗറാണ്. ഈ പെൻഡോസ് ഷുഗറിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡിന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഈ ഒരു OHും Hൻ്റെ കോൺഫിഗറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം തന്നെ സിമിലർ ആണ്. ഇതിൻ്റെ പെൻഡോസ് ഷുഗറും ഇതൊരു കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ? ഇതിൻ്റെ ഈ ഒരു റിങ്ങിൻ്റെ വ്യത്യാസത്തിലാണ് DNAനെയും RNAനെയും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒത്തിരി വ്യത്യാസമുണ്ട്, പക്ഷേ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷുഗറിൻ്റെ വ്യത്യാസമാണ്. ഇനി നമ്മൾ അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ന്യൂക്ലിക് ആസിഡിൻ്റെ നൈട്രജൻ ബേസ് പഠിച്ചു കഴിഞ്ഞു, പെൻഡോസ് ഷുഗറും പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ആകെ ഒരു കമ്പോണൻ്റ് ഉള്ളൂ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നോക്കാം. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് അത്ര പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശരിക്കും ഒരു ഫോസ്ഫോറിക് ആസിഡാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? H3PO4. 3 ഹൈഡ്രജനും 1 ഫോസ്ഫറസും 4 ഓക്സിജനും ഉള്ള ഒരു കമ്പോണൻ്റാണ് ഈ പറയുന്ന ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയേ. ഫോസ്ഫറസ് സെൻറ്റർ കൊടുക്കുകയാണേ. ഇതിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ? 4 ഓക്സിജൻ ഉണ്ട്. 1 2 3 4 4 ഓക്സിജൻ ഉണ്ടല്ലോ. ഒരു ഫോസ്ഫറസ് ഉണ്ട്, സെൻറ്ററിൽ ഒരു ഫോസ്ഫറസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. 1 2 3 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഫോസ്ഫറസിൻ്റെ ചുറ്റും അതിൻ്റെ വാലൻസി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു 3 ഹൈഡ്രോക്സി ഗ്രൂപ്പും ഒരു ഓക്സി ഗ്രൂപ്പും ഉള്ള ഒരു കെമിക്കൽ കമ്പോണൻ്റാണ് ഫോസ്ഫോറിക് ആസിഡ്. ക്ലിയർ ആയില്ലേ? ഇപ്പം നമ്മുടെ ന്യൂക്ലിക് ആസിഡിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും പഠിച്ചു അല്ലേ? നമുക്കൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ന്യൂക്ലിയോടൈഡ്സിൻ്റെ പോളിമേഴ്സിനെയാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു. ആ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടിയ ഒരു കമ്പോണൻ്റാണ് ന്യൂക്ലിയോടൈഡ്. ഇതുപോലെ ഒത്തിരി ന്യൂക്ലിയോടൈഡ് കൂടിയതാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ന്യൂക്ലിയോസൈഡ് എന്തായിരുന്നു? നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും കൂടിയതാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ? ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചിട്ട് ഇത്ര നേരം പറഞ്ഞു തന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബേസിക്കായിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ഇച്ചിരികളും ടഫായിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് ഉണ്ടതിനെ കുറിച്ചിട്ട് നിങ്ങളിടുകയാണെങ്കിൽ അതും ഇതുപോലെ സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി അല്ലേ? നൈട്രജൻ ബേസായി, പെൻഡോസ് ഷുഗറായി, ഫോസ്ഫേറ്റായി. ഇനി നമുക്ക് എന്താണ് ഈ ഇൻഗ്രീഡിയൻസും എല്ലാം ചേർത്തിട്ട് കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് DNAയും RNAയും ഉണ്ടാക്കാം. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ തന്നെ RNAയുടെയും DNAയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നടത്താൻ പോകുന്നത്. So until then, stay tuned.